ഹായ് ഗൈസ്, നമ്മുടെയൊക്കെ ഓരോ വർഷം കടന്നു പോകുന്തോറും ഓരോരുത്തർക്കും ഓരോ പ്രതീക്ഷകളായിരിക്കും അല്ലേ. ചിലവർ പറയാ എനിക്ക് ഇപ്രാവശ്യം ഉണ്ടായതുപോലത്തെ ഒരു വർഷം ഇനി ഉണ്ടാവുകയേ ചെയ്യരുത് എന്നായിരിക്കും. ചിലവർക്കാണെങ്കിൽ നല്ല വർഷത്തിലൂടെയാണ് കടന്നുപോയത്, അപ്പോൾ ഇതിലും നല്ല വർഷം ഉണ്ടാവണമെന്നായിരിക്കും. ഇങ്ങനെ പലരും പല രീതിയിലായിരിക്കും ആഗ്രഹിക്കുക. ഓരോ ഡിസംബർ കഴിഞ്ഞ് ജനുവരി തുടങ്ങുമ്പോഴും ഓരോരോ ആഗ്രഹങ്ങൾ പലരും ആഗ്രഹിക്കാറുണ്ട് അല്ലേ. എന്നാൽ എന്നെ സംബന്ധിച്ച് 2024-25 എന്ന് പറയുന്ന ആ 2 വർഷങ്ങൾ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത 2 വർഷമാണ്. ഒരിക്കലും ഇങ്ങനെ 2 വർഷം എനിക്കിനി ഉണ്ടാവരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെപ്പോലെ എത്ര പേര് അത് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് അതൊരുപാട് വേദനകൾ നിറഞ്ഞ 2 വർഷമാണ്. ഞാൻ പ്രതീക്ഷിക്കാതെ പലതും എൻ്റെ ലൈഫിലോട്ട് കടന്നു വന്ന്, എന്നാൽ അത് കാരണം ഞാൻ ഒരുപാട് വേദനകൾ സഹിച്ച് മറക്കാൻ പറ്റാത്ത 2 വർഷങ്ങൾ എൻ്റെ ലൈഫിനെയും കരിയറിനെയും എല്ലാത്തിനെയും ഒരുപോലെ ബാധിച്ച 2 വർഷം. അതിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ അതിനെ ഓവർകം ചെയ്തതെന്നുള്ളത് അത് ശരിക്കൊരു മിറാക്കിൾ തന്നെയാണ്. പഠിച്ചവൻ്റെ സഹായം കൊണ്ട് മാത്രം വീണ്ടും 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 പഴയതുപോലെ ഞാൻ ശക്തമായി തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ആത്മവിശ്വാസമായിട്ടോ നമുക്ക് വരിക. കാരണം നമുക്കൊരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ഇനി അതൊന്ന് പുറത്ത് കടക്കാൻ പറ്റൂല എന്ന് വിചാരിച്ച സാഹചര്യത്തെ നമ്മൾ മറികടന്നുകൊണ്ട് പഴയതിലും നല്ല സ്ട്രോങ്ങോടെ മുമ്പോട്ട് വരിക. ഇത് ഒരാളെ സംബന്ധിച്ച് ശരിക്കും ഒരു അച്ചീവ്മെൻ്റാണ്. പുറത്തുള്ള ഒരാൾക്കും ഈ അച്ചീവ്മെൻറ്റ് കാണാൻ പറ്റില്ലായിരിക്കും. പക്ഷെ നമുക്കറിയാലോ നമ്മൾ എന്തോരം സ്ട്രഗിൾ ചെയ്തു എന്നുള്ളത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇത് വലിയൊരു വിജയം തന്നെയാണ്. ഇതിങ്ങനെ പറയുമ്പോൾ വരെ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് എന്തൊക്കെയാണ് കഴിഞ്ഞു പോയതെന്ന്. ശരിക്കും ഈ ഡിസംബർ ഇങ്ങനെ കഴിഞ്ഞ് ജനുവരി തുടങ്ങുമ്പോൾ ശരിക്കും ഞാനിങ്ങനെ ആഗ്രഹിച്ചു, കഴിഞ്ഞു പോയ പോലത്തെ 2 വർഷം ഇനി തരലിറപ്പിയെന്ന്. കാരണം ആലോചിക്കാൻ തന്നെ പേടിയാവുന്നു എന്നുള്ളതായിരുന്നു. പക്ഷെ എന്തൊക്കെയാണ് എൻ്റെ ലൈഫിൽ കാത്തിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതാണല്ലോ കഴിഞ്ഞ പലതും. അതുകൊണ്ട് എന്താണെങ്കിലും ചിരിച്ചുകൊണ്ട് തന്നെ ഞാൻ നേരിടും. കാരണം ഇത്രയും നേരിട്ട എനിക്ക് ഇനി എന്ത് വന്നാലും വലിയ പ്രയാസം ഉണ്ടാവില്ല. 2024 ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്കൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വരുന്നത്. പലരും കേട്ടിട്ടുണ്ടാവാം, പലരും അതിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. എന്നാൽ പലർക്കും പരിചയമല്ലാത്തൊരു പേരുമായിരിക്കും. എന്നാൽ എൻ്റെ ജീവിതത്തെ മൊത്തത്തിൽ ബാധിച്ചുകൊണ്ടാണ് ആ ഒരു അസുഖം എന്നെ തേടിയെത്തിയത്. എന്നെ അറിയുന്ന പലർക്കും അറിയില്ല, എന്നാൽ എന്നെ അറിയുന്ന കുറേ പേർക്ക് അറിയുകയും ചെയ്യാം. അങ്ങനെയുള്ളൊരു സാഹചര്യമായിരുന്നു. മാസങ്ങളോളം ഹോസ്പിറ്റൽ മാത്രമായിട്ട്, വെറും ഒരു ഹോസ്പിറ്റൽ കേസ് മാത്രമായിട്ട് അങ്ങനെ നടന്ന ദിവസങ്ങൾ, വേദന കൊണ്ട് കരഞ്ഞു പോയ നിമിഷങ്ങൾ, ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ച നിമിഷങ്ങളായിരുന്നു. പലതിൽ നിന്നും ബ്രേക്ക് എടുത്ത് വെറും ഒരു ഹോസ്പിറ്റലും വേദനകളും മാത്രമായിട്ട് മൊത്തത്തിൽ കടന്നുപോയ രാത്രികളായിരുന്നു. എന്നാൽ ആ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെയും എനിക്ക് മറികടക്കാൻ സാധിച്ചു. അത് ശരിക്കൊരു അച്ചീവ്മെൻ്റാണ്. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൽ തന്നെ പല പല കാറ്റഗറി ഉണ്ട്. എനിക്കതിൽ വന്നിട്ടുണ്ടായിരുന്നത് മയോസൈറ്റിസ്, അതുപോലെ SLE, ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് ആയിരുന്നു. എന്നാൽ അതിനെ മറികടക്കാൻ കഴിഞ്ഞത് എനിക്കിപ്പോഴും ആലോചിക്കാൻ കഴിയുന്നില്ല. അതൊരു വലിയ യാത്ര തന്നെയായിരുന്നു. എന്തായാലും ആ യാത്രയിൽ എനിക്ക് വിജയിക്കാനായിട്ട് സാധിച്ചു, അല്ലെങ്കിൽ പഠിച്ചവൻ എന്നെ വിജയിപ്പിച്ചു, അങ്ങനെ പറയുന്നതായിരിക്കും ശരി. എങ്കിലും ആ കടന്നുപോയ യാത്രയും അതെനിക്കുണ്ടാക്കിയ ഒരുപാട് മാറ്റങ്ങളും, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാനും ഒരുപാട് ആളുകളെ തിരിച്ചറിയാനൊക്കെ ഉള്ള ഒരവസരം കൂടിയായിരുന്നു. എങ്കിലും കഴിഞ്ഞത് കഴിഞ്ഞു. എന്നെപ്പോലെ സ്ട്രഗിൾ ചെയ്യുന്ന ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരുപാട് ലെങ്തി വീഡിയോ ആക്കുന്നില്ല. എന്തായിരുന്നു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, എനിക്ക് വന്നത് എന്തായിരുന്നു, ഞാൻ എങ്ങനെ അതിനെ ഓവർകം ചെയ്തു, ഇതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോ പറയാം കേട്ടോ. അപ്പം ശരി, ബൈ.